Hi, hello, my dear students. Today we are discussing about the timetable of our second term exam 2025. നമ്മുടെ 2025 സെക്കൻഡ് ടൈം എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. 8, 9, 10 നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ടൈം ടേബിളാണ് ടീച്ചർ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുക. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഈ ടൈം ടേബിളിൻ്റെ ബേസിൽ നിങ്ങളുടെ റിവിഷൻ സെറ്റ് ചെയ്യാനും നിങ്ങളുടെ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാനും സാധിക്കണം. ഓക്കെ, അപ്പം നിങ്ങളുടെ റിവിഷൻ സെറ്റ് ചെയ്യാൻ ടീച്ചറിന് നമ്മുടെ ചാനലിലും നിങ്ങളുടെ റിവിഷൻ സെറ്റ് ചെയ്യാൻ ഈ ടൈം ടേബിൾ ആവശ്യമാണ്. നിങ്ങൾക്കും പേഴ്സണലി നിങ്ങളുടെ റിവിഷൻ സെറ്റ് ചെയ്യാൻ ടൈം ടേബിൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് ടൈം ടേബിൾ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ പരീക്ഷകൾ പുനഃക്രമീകരിച്ചു. നമ്മുടെ ഇലക്ഷനാണ് അതിൻ്റെ കാരണം. ലോക്കൽ ബോഡി ഇലക്ഷൻ കാരണം നമ്മുടെ പരീക്ഷകൾ എന്നു മുതൽ എന്ന് വരെയാണെന്ന് നോക്കിയേ. ഡിസംബർ 15-ാം തീയതി മുതൽ ഡിസംബർ 23-ാം തീയതി വരെയാണ് നടക്കുക. 23-ാം തീയതി നിങ്ങൾക്ക് അവധി തുടങ്ങും. ജനുവരി 4 വരെ നിങ്ങൾക്ക് അവധിയാണ്. തേർഡ് ടേം നമുക്ക് ആരംഭിക്കുന്നത് ജനുവരി 5-നായിരിക്കും. അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടൈം ടേബിളിലേക്ക് പോകാം. നോക്കുക, നമ്മുടെ ടൈം ടേബിള് അതിൻ്റെ കോളങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. തീയതി തരുന്ന ഒരു കോളമുണ്ട്, തീയതി, ദെൻ ഏതാണ് ആ ദിവസം, ഓക്കെ, ഏത് ക്ലാസ്സാണ് അത് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. 8, 9, 10 കോളമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 8, 9 and 10 ഏതൊക്കെ ദിവസങ്ങളിൽ നമുക്ക് അതുപോലെ തന്നെ ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ടൈമും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്റ്റാൻഡേർഡ് 8. സ്റ്റാൻഡേർഡ് 8ൻ്റെ കോളത്തിലേക്ക് എല്ലാവരും നോക്കിക്കേ. സ്റ്റാൻഡേർഡ് 8-ന് 15/12/2025 തിങ്കളാഴ്ച. അന്ന് അവർക്ക് ആഫ്റ്റർനൂണാണ് പരീക്ഷ. ആഫ്റ്റർനൂൺ എപ്പോഴാണ് പരീക്ഷ ആരംഭിക്കുക? 1:30 to 3:15 PM. അതിനകത്ത് നമുക്ക് നമ്മുടെ കൂൾ ഓഫ് ടൈമും അതിനകത്തുനിന്ന് നമുക്ക് ലഭിക്കും. നിങ്ങളുടെ പരീക്ഷ എന്താണ്? നിങ്ങളുടെ മലയാളം പേപ്പർ 1 ആണ് അന്നത്തെ പരീക്ഷ. മലയാളം പേപ്പർ 1. ദെൻ ചൊവ്വാഴ്ച 16/12/2025 16-ാം തീയതി ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാണ് പരീക്ഷ. ആഫ്റ്റർനൂൺ ആണ്. 1:30 to 3:15 ആണ് സമയം. ഇംഗ്ലീഷാണ് അന്നത്തെ പരീക്ഷ. 17 നെക്സ്റ്റ് ഡേ ബുധനാഴ്ച 17-ാം തീയതി ഡിസംബർ. അവിടെ നിങ്ങൾക്ക് 2 പരീക്ഷകളാണുള്ളത്. നിങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കലാ കായിക പ്രവൃത്തി പരിചയ പരീക്ഷ നടക്കും. ഉച്ച കഴിഞ്ഞ് 1:30 മുതൽ നിങ്ങൾക്ക് ഹിന്ദി പരീക്ഷയും നടക്കും. അപ്പോൾ 8ാം ക്ലാസ്സുകാർക്ക് ബുധനാഴ്ച 2 പരീക്ഷയാണ് വരിക. കലാ കായികം രാവിലെയും ഹിന്ദി ഉച്ച കഴിഞ്ഞു. ഇനി നമുക്ക് വ്യാഴാഴ്ചത്തേക്ക് പോകാം. 18/12/25 വ്യാഴാഴ്ച നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞേ പരീക്ഷയുള്ളൂ. 1:30 പരീക്ഷ തുടങ്ങും. അന്ന് നമ്മുടെ സാമൂഹ്യശാസ്ത്രമാണ് നിങ്ങളുടെ പരീക്ഷ, സോഷ്യൽ സയൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേ 19-ാം തീയതി വെള്ളിയാഴ്ച. അന്നും നിങ്ങൾക്ക് പരീക്ഷയുണ്ട്. അത് ഉച്ച കഴിഞ്ഞാണ്. വെള്ളിയാഴ്ച സമയത്തിന് ഇച്ചിരി മാറ്റമുണ്ട്, അത് ശ്രദ്ധിക്കുക. അന്ന് നമ്മുടെ 1ാം പേപ്പറിൻ്റെ, അതായത് തിങ്കളാഴ്ച നടന്ന മലയാളം പരീക്ഷയുടെ 2ാം പേപ്പർ, 1ാം ഭാഷയുടെ 2ാം പേപ്പർ. ഇനി നമുക്ക് ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവധിയാണ്. ദെൻ നമ്മൾ തിങ്കളാഴ്ചയിലേക്ക് പോവുകയാണ്. 22-ാം തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് നിങ്ങളുടെ പരീക്ഷ. 1:30 പരീക്ഷ ആരംഭിക്കും. എന്താണ് നിങ്ങളുടെ അന്ന് സയൻസ് ആണ് നിങ്ങളുടെ വിഷയം. ഓക്കെ, അടിസ്ഥാന ശാസ്ത്രം എന്നാണ് അവിടെ എഴുതിയിരിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് പരീക്ഷ നടക്കുന്ന ദിവസത്തേക്ക് പോവുകയാണ്. 23-ാം തീയതി ചൊവ്വാഴ്ച. അന്ന് നിങ്ങൾക്ക് കണക്ക് പരീക്ഷയാണ്. മാത്തമാറ്റിക്സ് ആണ് പരീക്ഷ. രാവിലെയാണ് പരീക്ഷ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെയാണെന്ന് പരീക്ഷ. ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് പരീക്ഷയില്ല. ഓക്കെ, രാവിലെയാണെന്ന് പരീക്ഷ. അപ്പം ഈ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ഒന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് 9th ക്ലാസ്സിലേക്ക് പോകാം. 9ാം ക്ലാസ്സുകാരുടെ പരീക്ഷ
തിങ്കളാഴ്ച ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഗ്യാപ്പില്ല. പരീക്ഷയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഗ്യാപ്പില്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുള്ളൂ. അന്ന് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കാനൊക്കെ സയൻസും മാത്തമാറ്റിക്സും പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ശനി, ഞായർ കിട്ടുന്നുണ്ട്. ബാക്കി പരീക്ഷകളൊക്കെ ഗ്യാപ്പ് ഇല്ലാതാണ് പോകുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഇനി 9th ക്ലാസ്സിൻ്റെ പരീക്ഷകളെ കുറിച്ച് നോക്കി. 15-ാം തീയതി തിങ്കളാഴ്ച തുടങ്ങുന്ന ദിവസം രാവിലെയാണ് പരീക്ഷ. അന്ന് സാമൂഹ്യശാസ്ത്രമാണ് രാവിലെ. അന്ന് ഉച്ച കഴിഞ്ഞ് പരീക്ഷയില്ല. ഓക്കെ, 16-ാം തീയതി ചൊവ്വാഴ്ച രാവിലെയും ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് പരീക്ഷയുണ്ട്. 9ാം ക്ലാസ്സുകാർക്ക് രാവിലെ ഹിന്ദി പരീക്ഷ, ഉച്ച കഴിഞ്ഞ് മലയാളത്തിൻ്റെ മലയാളം ഫസ്റ്റ് പേപ്പർ. ബുധനാഴ്ചത്തേക്ക് വരുമ്പോൾ 17-ാം തീയതി വരുമ്പോൾ 9ാം ക്ലാസ്സുകാർക്ക് കലാ കായിക പ്രവൃത്തി പരിചയ പരീക്ഷയാണ് അന്ന് നടക്കുക. ഉച്ച കഴിഞ്ഞ് പരീക്ഷയില്ല. ഓക്കെ, 18-ാം തീയതി വ്യാഴാഴ്ചത്തേക്ക് വരുമ്പോൾ രാവിലെയാണ് പരീക്ഷ, മാത്തമാറ്റിക്സ് ഗണിതം. അന്ന് ഉച്ച കഴിഞ്ഞ് പരീക്ഷയില്ല. ഗണിത പരീക്ഷ നിങ്ങൾക്കറിയാം, 2.5 മണിക്കൂർ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അന്ന് ഒരു പരീക്ഷയേ ഉള്ളൂ. നല്ല കാര്യം അല്ലേ? അടുത്തത് വെള്ളിയാഴ്ചത്തെ പരീക്ഷയാണ്. 2 നേരവും പരീക്ഷയുണ്ട്. രാവിലെ കെമിസ്ട്രി, ഉച്ച കഴിഞ്ഞ് ഫിസിക്സ്. ഒക്കുക. അപ്പോൾ അതിൻ്റെ നേരത്തെ തന്നെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ശനിയും ഞായറും അവധിയാണ്. തിങ്കളാഴ്ചത്തേക്ക് വരുമ്പോൾ 2 പരീക്ഷയുണ്ട്. രാവിലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ്, ഉച്ച കഴിഞ്ഞ് ബയോളജിയുടെ പരീക്ഷയാണ്, ബയോളജി. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഡേ ചൊവ്വാഴ്ച അല്ലേ, 23-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞാണ് പരീക്ഷ. മലയാളത്തിൻ്റെ പേപ്പർ 2 ആയിരിക്കും അന്ന് പരീക്ഷ. അപ്പോൾ ഈ ഒരു കണക്കുകൂട്ടലിൽ വേണം നിങ്ങളുടെ റിവിഷനുകളെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ എല്ലാ ദിവസവും പരീക്ഷയുണ്ട്, ആ കാര്യം ഓർക്കുക. ഇനിയും നമ്മുടെ SSLCക്കാരുടെ പരീക്ഷയെപ്പറ്റി പറയാം. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയെപ്പറ്റി പറയുമ്പോൾ 1-ാം ദിവസം, അതായത് തിങ്കളാഴ്ച, നമ്മുടെ പരീക്ഷ തുടങ്ങുന്ന 15-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് രാവിലെ മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷയാണ്. രാവിലെ മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷ. അന്നു തന്നെ ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് മലയാളം പേപ്പർ 1. ചൊവ്വാഴ്ചത്തേക്ക് നോക്കിക്കേ, അന്ന് ഒരു പരീക്ഷയേ ഉള്ളൂ. രാവിലെയാണ് പരീക്ഷ, ഇംഗ്ലീഷ്. ബുധനാഴ്ച വരുമ്പോൾ ബുധനാഴ്ച നമ്മുടെ പരീക്ഷ 17-ാം തീയതിത്തെ പരീക്ഷ ഉച്ച കഴിഞ്ഞേ പരീക്ഷയുള്ളൂ. 1-ാം ഭാഷ, അതായത് മലയാളത്തിൻ്റെ പേപ്പർ 2, മലയാളം പരീക്ഷയുടെ പേപ്പർ 2 അന്ന് നടക്കും. ഇനി നമുക്ക് നമ്മുടെ വ്യാഴാഴ്ചത്തേക്ക് പോകാം. 18-ാം തീയതി രാവിലെയും ഉച്ച കഴിഞ്ഞും പരീക്ഷയുണ്ട്. ഹിന്ദിയാണ് രാവിലത്തെ പരീക്ഷ, ബയോളജിയാണ് ഉച്ച കഴിഞ്ഞത്തെ പരീക്ഷ. സാരമില്ല അല്ലേ? ഹിന്ദി പരീക്ഷ രാവിലെ, ബയോളജി ഉച്ച കഴിഞ്ഞ്. ഓക്കെ, ഇനി നമുക്ക് വെള്ളിയാഴ്ചത്തേക്ക് പോകാം. 19-ാം തീയതി അന്ന് ഒരു പരീക്ഷയേ ഉള്ളൂ, ഫിസിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ദിവസം വേറൊരു പരീക്ഷ ഇല്ലെന്നുള്ള കാര്യം ഒരു ആശ്വാസമാണ്. ഇനി നമുക്ക് ശനി ഞായറും അവധിയാണ്. അതിനുശേഷം നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് പോകാം. അന്ന് ഒരു പരീക്ഷയേ ഉള്ളൂ, കെമിസ്ട്രി. രാവിലെയാണ് പരീക്ഷ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഡേ ചൊവ്വ, 23 ചൊവ്വ, അന്ന് സ്കൂൾ അടയ്ക്കുകയാണല്ലോ. അന്നാണ് നമ്മുടെ സാമൂഹ്യശാസ്ത്രം. അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ റിവിഷൻ നമുക്ക് നന്നായിട്ട് നടത്താൻ ശനി ഞായർ നമുക്ക് കിട്ടുന്നുണ്ട്. സാമൂഹ്യശാസ്ത്രം നന്നായിട്ട് പഠിക്കാനായിട്ട് കിട്ടും. അപ്പം നല്ലൊരു ടൈം ടേബിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റഡിയെ നിങ്ങൾക്ക് ഇതനുസരിച്ച് സെറ്റ് ചെയ്യത്തക്ക രീതിയിൽ വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു പരീക്ഷയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഈ പരീക്ഷ ടൈം ടേബിൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതിയിടുന്നത് നല്ലതായിരിക്കും. നോട്ട്ബുക്കിലൊന്ന് കുറിച്ച് വെക്കുക. ഓക്കെ. Thank you children. Thank you so much. May God bless you all.